ചിരിക്കണ പുള്ളിത്തവളെ ചാടൂ പുള്ളിത്തവളെ ചാടൂ കാലം പോയതറിഞ്ഞു. എടാ രാമകുട്ടി, എടാ ഒന്ന് കേട്ട് പോടാ. നാളെ ആട്ടെ സാറേ. അതെ വില്ലേജ് സാറ് അത്യാവശ്യമായിട്ട് പോകണം. എടാ ഒരാഴ്ചയായിട്ട് നീ ഞാൻ നോക്കിയിരിക്കണം. ഒരാഴ്ച സാറ് ഇങ്ങനെ തിരക്കൂട്ടിയാലോ? എനിക്കൂടി ഒഴിവേണ്ടേ? എടാ 5-8 തേങ്ങയുള്ളൂ. അതൊന്ന് ഇട്ട് തരാണെങ്കിൽ ഉള്ളത് ആട്ടി ഞാൻ അത് വെളിച്ചെണ്ണ അയച്ചോളാം. പീടിയെന്ന് മേടിക്കണ വെളിച്ചെണ്ണേ ആട്ടിയിട്ട് തന്നെയാ. നാളെ ആവട്ടെ. കണ്ടോ? ഹലോ രാമകുട്ടിയാ? ഒഴിയില്ല കേട്ടില്ലേ? മൂഴിക്കുളത്ത് കയറാൻ ഇവിടെ തന്നെ കയറി തീരല്ല. പിന്നെയാണ് മൂഴിക്കുളത്ത്. എടാ പറ്റിക്കുന്നതിനൊക്കെ ഒരു അതിരൊക്കെ വേണം. ഇത് എത്രാമത്തെ തവണയാ ഞാൻ തരുന്നത്? കാശ് തന്നെ അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നാളെ ഒരു വണ്ടി ഞാൻ ഇങ്ങോട്ട് വിളിച്ചോ. അവന്റെ ഒക്കെ ഒരു അഹങ്കാരം കണ്ട. ഈ തെങ്ങെല്ലാം വെട്ടി വല്ല റംബുട്ടാൻ വെച്ചാൽ മതിയായിരുന്നു. അവന്റെ ഒരു ഫോണും പാട്ടും. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നീ നോക്കിയോടെ നിനക്ക് ഞാൻ പണിയാൻ വെച്ചിട്ടുണ്ടേ. പണിയേ പാലും വെള്ളത്തിലല്ല, നല്ല സോഡ സ്രവത്തിൽ തരാം നിനക്ക്. പിച്ചാത്തി എവിടെ കണ്ടോ നീ? കണ്ടില്ല. പേനകത്ത് എവിടെ കണ്ടോ നീ? സർ, കസ്റ്റമർ സെന്ററിൽ നിന്നാ. സർ, ഒരു മാസം എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യും? എന്റെ പൊന്നു മോളെ, ഇന്നേ വരായിട്ട് എന്നെ ആരും സാറേന്ന് വിളിച്ചല്ല. വളരെ സന്തോഷായി. ഇപ്പൊ ചെയ്ത ഓഫർ ഉണ്ടോ സാറേ? ഇതിപ്പ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഷാപ്പിൽ നിന്ന് മോളെ തല്ലിക്കോ വേണമെങ്കിൽ. പക്ഷെ സാറേന്ന് വിളിക്കരുത് കേട്ടോ. സാർ എന്ത് പറഞ്ഞാലും സാറിനെ ഞാൻ സാറേന്നേ വിളിക്കൂ. എന്റെ പൊന്നു മോളെ, ഒടയതമ്പുരാനെ കരുതി ഇനി ഇതിനകത്തേക്ക് വിളിക്കില്ലേ? സാർ, ഇപ്പം 100 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 200 രൂപയ്ക്ക് ടോക്ക് ടൈം കിട്ടും. തികച്ചും സൗജന്യമാണ്. ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ താങ്കൾ ഒന്ന് അമർത്തുക. താങ്കൾ ഒരു തേങ്ങയിലും അമർത്തിയിട്ടില്ല. ഇതാ അവിടെ നിന്ന് എണ്ണിയാലോ ഒന്ന്, ഇവിടെ നിന്ന് എണ്ണിയാലോ ഒന്ന്. ഏതും അമർത്തും. കളി എൻ്റെ ഇടയ്ക്ക് വേണ്ട. ഞാൻ ചെയ്തോളാം മക്കളെ. ഇപ്പൊ 4 അമർത്തിയുണ്ട്. കളി രാമൻകുട്ടിയുടെ ഇടയ്ക്ക് വേണ്ട. കേട്ടിക്കോ. അവന്റെ തലക്കരത്തിലുള്ള ചെറിയൊരു മരുന്ന്. നീ കാലത്തന്നെ തേങ്ങ വെക്കണം സർക്കസ് കളിക്കാ? കൈ വിറക്കണ്ട. ഇന്നലത്തോളം ബാക്കിയിരിക്കണ്ട. കൈ വിറക്കണ്ട. കാലത്ത് പണിയേറ്റണ്ടാ. നീ വരില്ലാന്നല്ലേ ഇതേ? ഞാനൊക്കെ അടിച്ചെടുത്തൂടാ. നമുക്ക് ഷാപ്പി പോയി അടിക്കാടാ. ഞാൻ കരട്ടെ. മൂർച്ചയുള്ളൊരു നോട്ടമാ. അടുത്തതായിട്ട് അപ്പൊ നമ്മുടെ കഥാപ്രസംഗം തുടങ്ങാല്ലേ? പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്. ഈ 7ാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ആരാന്നറിയാമോ? നമ്മുടെ പവിത്രന്റെ ഭാര്യ സുശീല. എങ്ങനെയുണ്ട്? സുശീല പറയാണേ അവളുടെ ചിഹ്നം മറക്കരുതെന്ന്. അവളുടെ ചിഹ്നം മറക്കാൻ പറ്റോ? അവളെ മറക്കാൻ പറ്റോ നമുക്ക്? നമ്മുടെ സ്ഥാനാർത്ഥിയല്ലേ? പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പഞ്ചാര ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്. ജോസാറിന്റെ വീട്ടില് കുറച്ച് പട്ടി വരണം. ഞാൻ തന്നെ പണിയുന്നത് സാറിന് ഭയങ്കര നിർബന്ധം. പണിന്ന് വെച്ചാ ഞാൻ പെരുന്തച്ഛനല്ലേ? പെരുന്തച്ഛൻ മാറിയിരിക്കുന്ന ചിലരൊക്കെ പറയണേ. അങ്ങനെ ചിലര് പറയണ്ട്. തങ്കു, ഇവിടെ കയറി ചൊറിയല്ലേ. പോയി തരത്തി പോയി കളി. അതന്നെ നിന്നോട് പറയണേ. നാട്ടുകാരെ പറ്റിച്ചേ പണിയെടുത്തില്ലടാ മാറി. തങ്കുട്ടാ, തന്തയ്ക്ക് ഓർക്കാത്ത വർത്താനം പറയരുത്. കൊരവള്ളി ഞാൻ പൊട്ടിക്കും. വീഡിയോയുടെ സഞ്ചിയില് എന്നെ അങ്ങ് പുഴുത്തും. ശങ്കുണ്ണിയാശിക്ക് ജനിച്ചാണെങ്കിലേ നീ മുറിക്കണ കൂട്ടുകാരനെ മാനിച്ചാണ്ടല്ലോ തല്ലിട്ട് തല്ലി പുറത്തു പോയി കളിക്കടാ. രാമകുട്ടി, വീഡിയോയിലെടുത്ത് കീറി വീടാവണേ.
ചേട്ടാ 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 നിക്കണ്ട നിക്കണ്ട ചേട്ടാ. അയ്യോ ചേട്ടാ, ഞങ്ങൾക്കൊരു വീടിന്റെ സ്ഥാനം കാണാനാണ്. ഷാപ്പാരം കണ്ടിട്ടുള്ള സ്ഥലം നോക്കി ഞങ്ങൾ നടക്കണേ. അല്ലേട്ടാ കാര്യമായിട്ടാ എൻ്റെ കൂട്ടുകാരൻ കുറെ നാളെത്തിട്ട് ഗൾഫിൽ നിന്ന് വന്നതാ. ആൾക്കൊരു വീട് വെക്കാനാ. നമുക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല അതൊന്നും. എഞ്ചിനീയർ നല്ലതാണെങ്കിൽ സ്ഥാനക്കാരൻ്റെ ഒന്നും ഒരു കാര്യമില്ല. പിന്നെ ചേട്ടൻ വലിയ സ്ഥാനക്കാരനാണെന്ന് ഞങ്ങളൊരു പൂശാങ്ങ് പൂശേക്കാം. എന്തൊക്കെ എനിക്ക് ബെക്കാടി, മാൻഷൻ ഹൗസ്, ശിവാശ്രീകള്, ഇതിലേത് വേണം? അത് തന്നെ. സ്ഥലം എവിടെയാന്ന് പറഞ്ഞാ മതി, സ്ഥാനം ഞാൻ കാണാം. വട്ടപ്പറമ്പ് ജംഗ്ഷനടുത്തുള്ള ആ കപ്പേളയുടെ അടുത്ത് നിന്നാ മതി. അവിടെ നാളെ ഞങ്ങൾ വണ്ടിയും കൊണ്ടുവരാം. ഓക്കെ. ആ ശരി. ഓക്കെ ചേട്ടാ. ആ പെർഗോള നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല. സാറിന്റെ ഡ്രോയിങ്ങാ, അതേപോലെ ഞാൻ അങ്ങ് വർക്ക് ചെയ്തു തരും. പോരെ? എനിക്കാകെ 3 മാസം ലീവുള്ളൂ. അടുത്ത വരവിന് വെഞ്ചിരിപ്പാ നടത്തണം. കോൺട്രാക്ട് ബിജു ആണോ? ഓണത്തിന് തറക്കല്ലിട്ടാലേ ക്രിസ്മസിനാണ് പാലാ കാച്ചാം. ബിജു എന്ന് പറഞ്ഞാലേ പുലിയൊന്നുമല്ല, ഒരു പുപ്പുലി തന്നെയാണ് ജയ്സാ. ഒപ്പം നിന്ന് എല്ലാം ചെയ്യിക്കണമെന്നുണ്ട്. പക്ഷേ ലീവില്ല. ഭംഗിയായിട്ട് ചെയ്താ മതി. അറിയാലോ, സ്വന്തക്കാരെ ഏൽപ്പിച്ച കാശിന്റെ കണക്ക് ചോദിച്ച് മുഷിയേണ്ടി വരും. ജയ്സാ നീ എന്തിനു മേടിക്കണേ? ഞാനില്ല ഇവിടെ. പ്ലാൻ ഞാൻ തരാം. ആ 1 പ്ലിന്ത്, ആ 2 സ്ട്രക്ചർ, ഉം, 3 ഇന്റേണല്, 4 എലിവേഷൻ, ഓക്കെ. പിന്നെ സൈറ്റ് സൂപ്പർവിഷന്റെ വേറെ. ആയിക്കോട്ടെ, ഒക്കെ ഒന്നിച്ചങ്ങ് പറഞ്ഞാ മതി. അപ്പൊ നാട്ടു നടപ്പ് തെറ്റിക്കണ്ട. നമുക്ക് നാളെ തന്നെ സ്ഥാനം കാണാം. വടക്കുള്ള പേരെടുത്തൊരു സ്ഥാനക്കാരനാണ് കുഞ്ചനാശ്ശേരി. ബുക്ക് ചെയ്തു വേണം ആളെ കൊണ്ടുവരാൻ. ഒറ്റ വരവിന് 10,000 റേറ്റ്. ആയിക്കോട്ടെ. നമ്മുടെ നാട്ടില് കുഞ്ചനാശാരിയെ കൊണ്ട് സ്ഥാനം കാണിച്ച ആദ്യത്തെ വീട് എന്റേതായിരിക്കണം. കാശൊരു പ്രശ്നമാക്കണ്ട. വർക്ക് തുടങ്ങുമ്പോ ടോട്ടൽ എമൗണ്ടിന്റെ പകുതി ക്യാഷ് കിട്ടിയാ നമുക്ക് കാര്യങ്ങൾ വേഗത്തിലാക്കാം. പകുതി ആക്കണ്ട, മുഴുവൻ തന്നേക്കാം. പണി പക്കയായിരിക്കണം, അല്ലേ സേവര? ഇതൊക്കെ എന്നോട് പറയണ ജയ്സാ, ഞാനില്ല ഇവിടെ. ബിജു കുഞ്ഞാശ്ശേരിനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളാ സെറ്റ്. എന്റെ അമ്മോ, പണി പാളോ? നടക്ക ആൾക്കാര് കൊറേ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? അങ്ങോട്ട് വെച്ച് കീറിക്കോ. ഓവേ ഗുരു ഒന്നെങ്കിലും വേണം, മാറാതെ ഓരോ ഗണത്തിലും നടുക്ക് യതി പാതാതി പൊരുത്തമത് കേകയാ. ആരും കേട്ടല്ല, ഒരു കീറൂടിയാണ് കീറിക്കോ. ഗുരു ഒന്നെങ്കിലും വേണം, പാത ഒരു കീറാണ്ട് കീറിക്കോ. ദർശനം കിഴക്കോട്ട്, കന്നിമൂല പടിഞ്ഞാറ് തെക്ക്, 8 പരമാണു, ഒരു ത്രസരേണു, ഒരു ത്രസരേണു, ഒരു യു. അയ്യോ, 8 ത്രസരേണു, ഒരു യവം. പറയാം. സൂര്യൻ ഉച്ചസ്ഥായില, നല്ല സമയം, ശുഭസൂചക. അങ്ങോട്ട് തുടങ്ങാ. 8 ലഘു, ഒരു അങ്കുലം. 8 തെറ്റിയിലോ? ദാ അവിടെ, ദവിടെ, ഒന്ന് ഇവിടെ. ആരുമില്ല. കൊടുത്തോ കൊടുത്തോ. ഇതങ്ങോട്ട് വെച്ചോ. ഇതുപോരാ 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 അത് മതി. ഇല്ല ഇതുപോരാ ഇതാണ്ട് ഇതുപോരാ. വെച്ചു കൊടുത്തേ. ഇതോളൂ കേട്ടോ, വിട്ടോ. രാമകുട്ടി വിട്ടോ 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 വിട്ടോ. ഇനിയിപ്പോ മറ്റു കാര്യങ്ങളൊക്കെയാണ്. ജയ്സ, അപ്പൊ സ്ഥാനങ്ങളിലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചായത്തില് ഈ പറഞ്ഞ സ്ഥാനങ്ങളും ഇതുങ്ങളൊക്കെ വെച്ച് നമുക്ക് സാങ്ഷൻ മേടിക്കണം.
അത് കഴിഞ്ഞിട്ട് കറണ്ട് കണക്ഷൻ കൊടുക്കണം. ഓ അത് നോക്കണ്ട, ജെയ്സന് മിനിസ്ട്രിയിലെ ജോലി. പൈസക്കൊന്നും പ്രശ്നമുള്ള കേസല്ല. നമുക്ക് കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങണം. എന്തേ? സെക്രട്ടറിക്ക് 5000, കറണ്ട് ഓഫീസിൽ ഒരു 5000 പോരെ? അഞ്ചുകൊണ്ട് എന്താവും ജെയ്സ, ഒരു 10 കൂടി ആക്കി എന്നാലും കാര്യങ്ങൾ ഉഷാറാവുള്ളൂ. എനിക്ക് 2 സൈറ്റിൽ വേറെ പോവാനുണ്ട്, ഞാൻ പോട്ടെ. അപ്പൊ ശരി. ആ ശരി ശരി. ജെയ്സൺ ഒരു പോണ, അവനെ വേണ്ട പോലെ വഹിച്ചാ നമുക്ക് 10 കാശുണ്ടാക്കാം. കട്ട്ല, സിമെന്റ് എല്ലാം സെക്കൻഡ് ക്വാളിറ്റി അടിക്കാം. നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല ഇത് സെക്കൻഡാണോ തേർഡാണോ. പിന്നെ അവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും അറിയാൻ പോകില്ല. അവന്റെ ലീവ് തീരുന്നവരെ മെയിൻ വർക്ക് നടത്തരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ 10 ആളങ്ങോട്ട് പൊക്കോളും. അപ്പൊ പൈസ നമുക്ക് ബിജുവിന് അടുത്ത സൈഡിലേക്ക് മറക്കുകയും ചെയ്യാം. പിന്നെ അതിന് കമ്മീഷൻ തരാൻ മറക്കരുത്. കാശ് ആദ്യം അക്കൗണ്ടിലേക്ക് അത് വീട്ടെ. കുഴപ്പമില്ല. ശരി, ശശി മേസ്ത്രി ഇനി എവിടെയാണാവോ? അത് നമുക്ക് നോക്കാം. ചേട്ടാ, ഈ ശശി മേസ്ത്രി കണ്ട അവിടെ ഉണ്ട്. അപ്പം കാട്ടില് എന്റെ എൽസി 2 മാസം മുമ്പല്ലേ നീ എൻ്റെ കയ്യിന്ന് ഗർഭമുണ്ടെന്ന് പറഞ്ഞ് കാശ് മേടിച്ചേ. ഇപ്പൊ വീണ്ടും ഗർഭോ? നിന്നെ പണിക്ക് വിളിച്ചത് എൻ്റെ തെറ്റ്. ഇങ്ങനെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ വല്ല കത്തെഴുതി വെച്ച് പുഴയെ ചാടൂട്ടോ. ദേ ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. മേസ്ത്രി എന്താ ബിജു? പണി തിരക്കണമെന്നറിയാം. ആഴ്ചയിൽ ഒരു 3 ദിവസം പണിതാ മതി. പക്ഷെ നാളെ കട്ടില വയ്ക്കണം. കൂലിയൊക്കെ അറിയാലോ, 1000 ചെലവും. ചായയോ ചാര എന്തു വേണമെങ്കിലും തരാം. എന്നാ പിന്നെ ഡബിൾ ഓക്കെ. എന്നാ മേസ്ത്രി നമുക്ക് അവിടെ കാണാൻ നാളെ. ഓക്കെ എന്നാ. ഓക്കെ. എൽസിയേ, കാളിദാസൻ മരിച്ചു, കണ്ണാമാമുനി മരിച്ചു, അനുസൂയ മരിച്ചു, പ്രയംവദ മരിച്ചു, യാശേരി ബാസി മാത്രം മരിച്ചില്ല. ബാസിയേ, ആ, കട്ടില ഞാൻ കൊണ്ടുപോക്കോട്ടെ? എന്ത് നല്ല വട്ടയും ശീമക്കുന്ന അക്കേഷ്യം മൂതിര അടിച്ചു വെച്ച് നല്ല തേക്കാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ആശാൻ മിനിങ്ങ ഒരു പിടി ഇനിയും മിനുങ്ങും. ഇനി മിനിങ്ങ അവർക്ക് സംശയം തോന്നും. നാളെ വെക്കാനുള്ളതാ. അത് നിർത്തി വെച്ചാ പോരാ അവിടേക്ക്. ഈ വണ്ടിക്കാണ് കയറി പോയാലേ ഹീറോയിന്റെ വണ്ടിക്ക് ഇറങ്ങിയ പറഞ്ഞേ. അത് ശരി വേം പൊക്കോ കൈ ഉറക്കണ്ടേ. ചെല്ല് ജവാൻ കൊണ്ടതേ ആശാനെ കൊണ്ട് ഞാൻ സൊല്യൂട്ട് അടിപ്പിക്കും. ചെല്ല് പൊക്കോ. മതി വിട്ടോ. ശശിയേ, ഇത് ആരാ കല്ല് പണിത്? ആരാ? 20 സെന്റിമീറ്റർ പുറത്താ. അവിടെ സ്റ്റെപ്പ് കയറില്ല. അവിടെ ചേട്ടാ അത് അഡ്ജസ്റ്റ് ചെയ്യ്. എടാ, അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് എൻ്റെ അളിയൻ്റെ വീടെങ്ങാനാ. നീ ആ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറെ ആരെങ്കിലും വിളി, അല്ലെങ്കിൽ ഹൗസ് ഓണറെ വിളി. ഇത് കല്ല് ഇവിടെ വെച്ചെടുത്ത് എന്നാ പിന്നെ കണക്കും തോന്നൊക്കെ എന്തിനാ? ശശി, അതിന് ഞാനല്ല പണിതേ, ബംഗാളികളെ പണിതേ. ഒരു മേശ്രി, നിന്റെ അപ്പാപ്പന്റെ മോനായി ബംഗാളി. നീ ആ കോൺട്രാക്ടറെ വിളിച്ചേ. മധു, നിന്റെ കാല് ഞാൻ പിടിക്കാം. നീ കോൺട്രാക്ടറെ വിളി. 10 രൂപ തച്ചിനെ ഈ വാർക്കപ്പണി തുടങ്ങിയനാ ഈ മധു. നീ കോൺട്രാക്ടറെ വിളിക്കടാ. കണക്ക് തെറ്റിച്ചിട്ടുള്ള 10 പൈസ എനിക്ക് വേണ്ട. നിന്നെ കൊണ്ട് ഇത് ഞാൻ പൊളിപ്പിക്കും. ബിജു സാർ, ഒന്ന് പെട്ടെന്ന് സൈഡിലോട്ട് വാ. മധുവിന് സ്റ്റെപ്പ് അടിക്കാൻ എന്തോ ഒരു സംശയം. എനിക്ക് സംശയമൊന്നുമില്ല. ആരതിൻ്റെ എഞ്ചിനീയർ? അയാൾ വരട്ടെ, അല്ലെങ്കിൽ ഹൗസ് ഓണറെ വിളി. അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അഡ്ജസ്റ്റ്മെന്റാ? പൊളിച്ച് പണിയണം. എഞ്ചിനീയറെ വിളി. ആള് സൈറ്റ് സൂപ്പർവിഷനില്ല. ഉവ്വ, സൂപ്പർവിഷനെ. നെറ്റിൽ നിന്ന് പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് 1-2 ലക്ഷം വാങ്ങുന്ന നാറിയല്ലവൻ. അവനെ വിളി. എന്തു വേണമെങ്കിലും ചെയ്യാം. ഒരു ഗൾഫുകാരനാ. 10 ദിവസം കഴിഞ്ഞാൽ ആള് തിരിച്ചു പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭിത്തി പൊളിക്കാം. അത്ര വരെ ആ സൈഡ് ഒന്ന് കവർ ചെയ്യണം. ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ശരി, പൊളിച്ച് കഴിഞ്ഞ് വിളിക്ക്. ശരി. ജെയ്സ, എടാ സേവിയറെ, ഇവിടെ പണി മുടങ്ങി കിടക്കാണല്ലോ. ആ ബിജുവിനെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടും. അയ്യോടാ, ഞാൻ പറയാൻ മറന്നുപോയിടാ.
അവൻ പണിക്കാരെ കൊണ്ട് 2 ദിവസം മുമ്പ് വേളാങ്കണ്ണി പോയുള്ളടാ. ദേ നാളെ മറ്റന്നാ തിരിച്ചു വരും. എനിക്ക് അടുത്ത ആഴ്ച പോകേണ്ടതല്ലടാ. നിന്നെ വിശ്വസിച്ച് ഇത് ഏൽപ്പിച്ചതല്ലേ. എന്നിട്ടിപ്പോ എന്തായി? എത്ര നാളായി? ഇനി പണിയണ്ട. അത് പേടിക്കേണ്ട ജയ്സ, ഞാനിവിടെ ഇല്ലേ, ഞാൻ എല്ലാം ശരിയാക്കണം, ഒരു കുഴപ്പമില്ല. എല്ലാം എന്റെ തെറ്റാ. വീട് പണിത് നല്ല പേരും എക്സ്പീരിയൻസും ഉള്ള ആരെങ്കിലും ഏൽപ്പിച്ചാ മതിയായിരുന്നു. ഛേ, അപ്പച്ചാ, വേദപാഠ ക്ലാസ്സിൽ പോയിരുന്നാ പോരാ. പഠിപ്പിക്കുന്നതൊക്കെ നാളത്തെ ജീവിതത്തിനുള്ളതാണെന്ന് കരുതണം. ദുഷ്ടന്റെ നാവിൽ തേൻ പുരട്ടിയിരിക്കുന്നതെന്ന പ്രമാണം. താൻ വീട് വയ്ക്കുന്നത് ഇഷ്ടമില്ലാത്തവരെ കൂട്ടുപിടിച്ചതാ തനിക്ക് പറ്റിയ അബദ്ധം. നീ എവിടെയാണേലും എൻ്റെ മനസ്സും പ്രാർത്ഥനയും നിൻ്റെ കൂടെ ഉണ്ടാവും. പറ്റിപ്പോയതിനെ ഓർത്ത് ഉള്ള മനസ്സമാധാനം കളയണ്ട. വീണിട്ടല്ലേ നടക്കാൻ പഠിക്കുന്നത്. മക്കൾ കണ്ണെത്താ ദൂരത്ത് പോകരുന്ന അപ്പൻ്റെ ആഗ്രഹം. നിന്റെ ഉദ്യോഗം അവിടെയല്ലേ? കണ്ടു, സന്തോഷമായി. അവൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എനിക്കെന്തെങ്കിലും വന്ന് നീ അടുത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചോളാം. എന്നെ ഐസിനകത്ത് വെക്കരുത്. അപ്പച്ചാ, ഒരുപാട് നേരമായോ വന്നിട്ട്? ഏയ്, അപ്പച്ചൻ എന്തു പറഞ്ഞു? എന്തു പറയാൻ, അമ്മച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഒരു കൊച്ചു വീട്. ഒരു വീട് പണിയാൻ എന്തൊക്കെ ബുദ്ധിമുട്ടാ. വിശ്വസിച്ചവരൊക്കെ വിടടാ, നിൻ്റെയും കുഴപ്പമുണ്ട്. പിന്നെ ഞാൻ ടീച്ചർ പ്രൊഫഷൻ എടുത്തത് നന്നായി. ഡിഗ്രി വേണം, PG വേണം, B.Ed വേണം, നെറ്റ് വേണം, സെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അപ്പച്ചനെയും അമ്മച്ചനെയും പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അടുത്ത ലീവിന് വരുമ്പോൾ ഈ പരാതി എല്ലാം തീർത്തു തരും, ഉറപ്പ്. മറ്റാരുടെയും മുന്നിൽ കഴുത്ത് കുനിയാൻ പറ്റാത്ത വണ്ണം ഈ മുതൽ ഉള്ളിൽ കയറിയിരിക്കുകയല്ലേ. ജയ്സ, സമയം ജെയ്സൺ തിരിച്ചു പോവുകയാണ്. പണിതീരാത്ത വീട്ടിലെ പൂർത്തിയാവാത്ത സ്വപ്നങ്ങളല്ല അയാളെ കൂടുതൽ വേദനിപ്പിച്ചത്. വിശ്വാസപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വച്ച ചില സൗഹൃദങ്ങളേകിയ ചൂഷണമാണ്. എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ആത്മവിശ്വാസം ജെയ്സനുണ്ട്. തിരിച്ചുവരവിൻ്റെ പുതിയ പുലരികൾ അയാളെ കാത്തിരിക്കുന്നു. കുറെ നല്ല സൗഹൃദം.